നമസ്കാരം, അനന്തുവാണ്. രംഗം ഒരു പാർട്ടി ഓഫീസാണ്. തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളൊക്കെ കഴിഞ്ഞ്, ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഒരു കൂടിയാലോചനകൾ നടക്കുന്ന ഒരു സമയമാണ്. മെയിൻ ആള് വരുന്നു, അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുന്നു. സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. 91 പുറത്തിറങ്ങിയിട്ടുള്ള സന്ദേശം സിനിമയിലെ ഒരു രംഗമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്താണ് ഈ ഒരു ഷർട്ടൊക്കെ ഇട്ട് ഇവിടെ വന്നിരുന്ന് താത്വികമായ അവലോകനം എന്ന് വായിക്കൊള്ളാത്തൊക്കെ വിളിച്ചറിയുന്നുണ്ടല്ലോ, എന്താണ് ഇവൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ആദ്യം തന്നെ ഇതൊക്കെ പറയുന്നതിന്റെ മുമ്പേ ഒരു നമ്പർ പറഞ്ഞുതരാം. കുറച്ച് ശുദ്ധമായി കൊടുക്ക് കുട്ടാ. എത്രടാ നമ്പർ? 89 97 78 36 എന്ന് പറയുന്ന ഒരു നമ്പർ. 8 ഉള്ളൂ, വിളിച്ചാലൊന്നും കിട്ടൂല. എന്നാലും നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾക്ക് ആവശ്യം വരുന്ന ഒരു നമ്പറാണ്. എന്നാലും നമുക്ക് നമ്പറുകളോട് പൊതുവെ ഒരു കമ്പം കൂടുതലാണല്ലോ. നിങ്ങൾക്ക് സാഗർ എലിയാസ് ജാക്കിയുടെ പണ്ടത്തെ 2255 മുതൽ CID മൂസയിലെ 12B വരെയുള്ള നമ്പറുകൾ നിങ്ങൾക്ക് കാണാപ്പാടായിരിക്കും. അതിന്റെ കൂടെ ഈ ഒരു നമ്പറും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങ് ഓർത്ത് വെച്ചോ, ആവശ്യം വരും. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. അപ്പൊ എന്താണ് ഈ നമ്പർ മക്കളെ? 2019 മുതൽ 2023 വരെ നടന്നിട്ടുള്ള ബയോളജി പരീക്ഷയിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും വന്നിട്ടുള്ള ഒരു ആവറേജ് മാർക്കുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വ്യക്തത വേണം. അതിൽ 8 മാർക്കിന്റെ ചാപ്റ്ററുകളുണ്ട്, 9 മാർക്കിന്റെ ചാപ്റ്ററുകളുണ്ട്, 6 മാർക്കിന്റെ ചാപ്റ്ററുകളുണ്ട്, 3 മാർക്കിന്റെ ഒക്കെ ചാപ്റ്ററുകളുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഇഴകീറി പരിശോധിക്കാം. അപ്പൊ ഒന്നാമത്തേത് 8 മാർക്കിന്റെ, അതായത് നമ്മുടെ തുടക്കം തന്നെ വരുന്ന സെൻസേഷൻ ആൻഡ് റെസ്പോൺസ്, അല്ലെങ്കിൽ അറിയാനും പ്രതികരിക്കാനും എന്ന് പറയുന്ന ഒരു ഭാഗം. ആ ഭാഗത്തെ കുറിച്ച് പറയുമ്പം നമുക്ക് ആദ്യം പറയേണ്ടത് കൊച്ചിരാജാവിനെ കുറിച്ചാണ്. കൊച്ചിരാജാവിലെ ഒരു പ്രധാനപ്പെട്ട സീനിനെ കുറിച്ചാണ്. എങ്കപ്പത്താലും നീ എന്ന് പറയുന്ന ഒരു സീൻ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതേ സീന് തന്നെയാണ് ഈ ചാപ്റ്ററിന്റെ അവസ്ഥ. കഴിഞ്ഞ എല്ലാ പരീക്ഷകളിലും ഇതിൽ ഏതെങ്കിലും ഒരു ചിത്രം എന്തായാലും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കൂടുതലും കാണാറുള്ളത് നമ്മുടെ തലച്ചോറിന്റെ ചിത്രം തന്നെയാണ്. തലയിലുള്ള ചോറാണോ എന്നൊക്കെ ചോദിക്കാനൊക്കെ തോന്നുമെങ്കിലും തലച്ചോറിന്റെ ചിത്രം എന്ത് ചെയ്യാറുണ്ട്, എല്ലാ പരീക്ഷകളിലും പൊതുവെ കാണാറുണ്ട്. അതല്ലാതെ വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ന്യൂറോണിന്റെ ചിത്രമാണ്. ഇത് രണ്ടും അല്ലാതെയും ചോദിക്കാറുണ്ട് ചില ചോദ്യങ്ങളൊക്കെ. അത് നമ്മുടെ അൽഷിമേഴ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട, നിങ്ങൾ തന്മാത്ര സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു രോഗമാണ്. അൽഷിമേഴ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റൂല സജേട്ടാ, എന്തായാലും എന്ത് ചെയ്യണം, പഠിച്ചു വെക്കേണ്ട ചാപ്റ്ററാണ്. ഇങ്ങനെയായിരുന്നല്ലേ. ഇനി രണ്ടാമത്തതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ നമുക്കൊരു പാട്ട് പറഞ്ഞങ്ങ് തുടങ്ങാം. കൺമണി അൻപോട് അവര് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇട്ട് നശിപ്പിച്ചോളൂ. കണ്ണിനെ കുറിച്ചാണ് നമുക്ക് രണ്ടാമതായിട്ട് പറയാനുള്ളത്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ ചോദ്യ പേപ്പറുകളിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള വേറൊരു ചിത്രം എന്ന് പറയുന്നത് കണ്ണാണ്. വരച്ച് പഠിക്കാനൊന്നുമല്ല, വരച്ചടയാളപ്പെടുത്താൻ വേണ്ടി വന്നിട്ടുള്ള ചോദ്യമാണ്. കൂടാതെ നമ്മുടെ നാട്ടിൽ ഇത്രയും റോഡുകൾ ഉണ്ടാവുമ്പം സ്വാഭാവികമായിട്ടും റോഡ് കോശങ്ങളെ കുറിച്ചും നമ്മൾ പഠിച്ചിരിക്കണം. റോഡ് കോശങ്ങളും എന്ത് ചെയ്യാറുണ്ട്, റോഡ് കോശങ്ങളും കോൺകോശങ്ങളും എന്ത് ചെയ്യാറുണ്ട്, കൂടുതലായിട്ടും പരീക്ഷകളിൽ കണ്ടിട്ടുണ്ട്. എല്ലാ കൊല്ലവും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ആ ഒരു ഭാഗം എന്നുള്ളത് പഠിച്ചു വെക്കേണ്ടതാണ്. അവിടെ നമ്മൾ ചെവിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ടെങ്കിലും കണ്ണിനാണ് എപ്പോഴും ഒരു മുൻതൂക്കം കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, സെറ്റ്. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അപ്പൊ ഇനി അടുത്ത ചാപ്റ്ററുകളിലേക്ക്, പിന്നെ അടുത്ത ചാപ്റ്ററിലേക്ക് വരുമ്പം 7 മാർക്കും 8 മാർക്കും ഒക്കെയാണ് ഇവരുടെ ഒരു ആവറേജ്. 9 മാർക്ക് വരുന്ന ഹോർമോണിനെ കുറിച്ച് നമുക്ക് പറയാം. അതിനുശേഷം നമുക്ക് ഈ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഹോർമോണിനെ കുറിച്ച് പറയുമ്പോൾ മോനും മോളും ഒക്കെയാണ് എല്ലാവരും നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് മോളെപ്പോളെയും ഒക്കെ കണ്ട് പരിചരിക്കേണ്ട ഒരു ചാപ്റ്റർ കൂടെയാണ് ഹോർമോൺ എന്ന് പറയുന്നത്. കാരണം എന്താണ്, 9 മാർക്കാണ് ഈ ചാപ്റ്ററിന് ഒരു ആവറേജ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിൽ 2020-ലും 2021-ലുമാണ് 15ഉം 13ഉം മാർക്കുകളൊക്കെ വന്നിട്ടുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, കൊറോണ അല്ലേ, ട്രാപ്ഡ് അല്ലേ. നമ്മള് സുരാജ് പറഞ്ഞതുപോലെ ഐ ആം ട്രാപ്ഡ് എന്ന് പറയേണ്ട 2 വർഷങ്ങളാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. അതായത്
ഹോർമോണിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് 9 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, ആ ഒരു ചാപ്റ്റർ നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുന്നൊന്നല്ല, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്റർ കൂടിയാണ്. വേറെന്താ പിന്നെ വരുന്നത് നമ്മുടെ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നമ്മളിപ്പോ പറഞ്ഞു നിർത്തി ഐ ആം ട്രാപ്ഡ് എന്ന് പറയുന്നത് പോലെ നിപ്പയൊക്കെ വരുന്ന അല്ലെങ്കിൽ വൈറസ് രോഗങ്ങളും ബാക്ടീരിയ രോഗങ്ങളും ഒക്കെ വരുന്ന ഈ ഒരു ഭാഗം. മക്കളെ, ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു 7 മാർക്ക് 8 മാർക്കൊക്കെ ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, സിംറ്റംസ് തന്ന സമയത്ത് അമിതമായിട്ടുള്ള പനി, വിറയലോട് കൂടിയ പനി എന്നൊക്കെ കണ്ട ഒരു ക്വസ്റ്റ്യൻ വന്ന സമയത്ത് ആൻസറിൽ അത് പേടിപ്പനിയാണ് എന്ന് എഴുതി വെച്ച ഒരു കൂട്ടുകാരനെ ഞാൻ വളരെ സ്നേഹത്തോടെ ഓർക്കുകയാണ് ഈ നിമിഷം. അപ്പൊ എന്ത് ചെയ്യാം, ആ ഒരു ചാപ്റ്ററിലെ സിംറ്റംസ് ഒക്കെ നല്ല കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അല്ലെങ്കിൽ എന്താണ്, ഇങ്ങനെയുള്ള ഓരോ പേടിപ്പനി പോലുള്ള ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് വരും. എഴുതി വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ മാർക്ക് കിട്ടൂല എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിനുശേഷം പിന്നെ അങ്ങോട്ട് വരുമ്പോൾ സോൾജേഴ്സ് ഓഫ് ഡിഫൻസ് ആണ്. പ്രതിരോധത്തിന്റെ കാവലാളുകൾ എന്ന് പറയുമ്പോൾ ആരാടാന്ന് ചോദിക്കുമ്പോൾ എന്താടാന്ന് ചോദിക്കുന്ന നമ്മുടെ ശരീരത്തിലുള്ള ചില ആളുകളെ കുറിച്ചൊക്കെ. അതിൽ എപ്പോഴും തിന്നുകൊണ്ടിരിക്കുന്ന ഫാഗോസൈറ്റോസിസ് പോലെയുള്ള വിഴുങ്ങൽ പ്രതികരണം ഒക്കെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളുണ്ട്. വീങ്ങൽ പ്രതികരണം, ഇൻഫ്ലമേറ്ററി റെസ്പോൺസുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും എന്ത് ചെയ്യാം, പഠിച്ചു വെക്കുക. ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഫാഗോസൈറ്റോസിസും അതുപോലെ തന്നെ ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് ജെനറ്റിക്സ് ആണ്. അതായത് നമ്മുടെ ആരെ കണ്ടു കഴിഞ്ഞാലും നമ്മളൊരു സ്നേഹത്തിന്റെ പുറത്ത് നമ്മൾ പറയാറുണ്ട് അല്ലെ, അച്ഛനെ പോലെയാണ്, അല്ലെങ്കിൽ അമ്മയെ പോലെയാണ്, വാപ്പയെ പോലെയാണ്, ഉമ്മയെ പോലെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം. എന്നിട്ട് ആ മനുഷ്യൻ ഗ്രിഗർ ജോൺ മെൻഡൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പയർച്ചെടീന്റെ മുകളിൽ നടത്തിയ പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടുള്ള കുറെ നിയമങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് ടി 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 എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യാം, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട സംഭവമാണ്. മാർക്ക് വരുന്ന വഴി അതിലൂടെയൊക്കെ ആയിരിക്കും. പിന്നെ അടുത്ത ചാപ്റ്ററിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഒരു ഡൗൺ ആണ്. എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 മാർക്കും 4 മാർക്കും ഒക്കെ ഈ ചാപ്റ്ററിന് ചോദിക്കാറുള്ളൂ. അതിലധികം ഇതേവരെ ഈ ചാപ്റ്ററിനൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ചെറിയ ചാപ്റ്റർ ആണ് DNA ഫിംഗർ പ്രിന്റിങ്. നിങ്ങൾ ഈ കുറ്റാന്വേഷണ സിനിമയൊക്കെ കാണുന്ന മക്കളല്ലേ, ഫോറൻസിക്കും അങ്ങനെയുള്ള സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് DNA ഫിംഗർ പ്രിന്റിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ് ഇത് നമ്മൾ 7ാമത്തെ ചാപ്റ്റർ ആയിട്ട് പറയുന്നത്. ഇനി 8ാമത്തെ ചാപ്റ്ററിൽ വന്നു കഴിഞ്ഞാൽ പഴയ ഒരു മെൻഡോസിന്റെ പരസ്യമുണ്ട്, ഓർമ്മ ഉണ്ടോ? അതായത് ഒരു കുരങ്ങൻ, ആ കുരങ്ങൻ ഇങ്ങനെ വണ്ടി വലിക്കുകയാണ്. വണ്ടി വലിക്കുന്ന സമയത്ത് ഒരു ഒറ്റ ടൈം ലാപ്സിൽ വരുന്ന സമയത്ത് അത് മനുഷ്യനായിട്ട് മാറുന്ന ഒരു പരസ്യം ഉണ്ടായിരുന്നു പണ്ട്. ആ പരസ്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എവല്യൂഷൻ എന്ന് പറയുന്ന, പരിണാമം എന്ന് പറയുന്ന ഒരാശയത്തെ കുറിച്ചുള്ള ഭാഗം. मेंटोस दिमाग की बत्ती जला दे. സെർക്കോപിത്തിക്കോയുടെ ഹോമോ സാപ്പിയൻസ് അല്ലെങ്കിൽ ഹോമോ ഇറക്ടസ്, നിയാൻഡർതാലൻസിസ് എന്നൊക്കെ പറയുന്ന ധാരാളം ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും ഇതേവരെ അങ്ങനെ പരീക്ഷയിൽ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ യുറേ മില്ലറിന്റെ പരീക്ഷണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. His brain is still vibrant. ഓക്കെ ആണല്ലോ. ഒരു 8 മാർക്ക് അല്ലെങ്കിൽ ഒരു 7 മാർക്ക്, ഇതാണ് നമ്മൾ ആവറേജ് ആയിട്ട് കണ്ടിട്ടുള്ളത്. അപ്പൊ 8 ചാപ്റ്റർ പറയുമ്പം 8 ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട 8 നമ്പറുകളും സാറ് പറഞ്ഞിട്ടുണ്ട്. നമ്പറുകൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. അറിയില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. റിംഗ് മാസ്റ്ററിൽ സുരാജ് പറഞ്ഞ പോലെ ഇത് മതി, ഇത് ധാരാളം മതി, ഇത് മതി, ഇതെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ പരീക്ഷയ്ക്ക് പോയിട്ട് കാര്യമല്ല. എല്ലാം പഠിക്കണം. എല്ലാം പഠിച്ചിട്ട് ഈ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക, കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോ വീണ്ടും കണ്ടുമുട്ടാനും വീണ്ടും കേട്ടുമുട്ടാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ തൽക്കാലത്തേക്ക് ബൈ പറയുന്നത് നിങ്ങളുടെ സ്വന്തം അനന്ത് സാറാണ്. ഓക്കെ, താങ്ക് യു ഗൈസ്.